സ്നേഹിതരെ, നമ്മൾ വസിക്കുന്ന ഈ ഭൂമി എത്ര മനോഹരമായൊരു സ്ഥലമാണ്. മലകളും പുഴകളും പലതരത്തിലുള്ള ജീവജാലങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വളരെ മനോഹരമായൊരു സ്ഥലമാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തൊരു കഷ്ടമാണ് ജീവിതം, എന്തൊരു ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ജീവിക്കാൻ. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കാം ജീവിതം ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ സങ്കടം നിറഞ്ഞ ഒന്നായിട്ട് മാറുന്നത്? സാധാരണ ഇതിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ജീവിതവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ജീവിതവും സുന്ദരമായിട്ടല്ലേ മാറേണ്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിച്ചിട്ടും ജീവിതം മനോഹരമല്ലെങ്കിൽ അതിനുള്ള കാരണം നമ്മുടെ ജീവിത ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. അതായത് നമ്മുടെ ഈ ഭൂമിയിലെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, വളർച്ച, നേട്ടം, വിജയം, സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നതും ജീവിതത്തിൽ പരിശ്രമിക്കുന്നതും ഓരോ ദിവസവും ജീവിക്കുന്നതും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേട്ടങ്ങളോ വിജയങ്ങളോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിയോ അല്ല. മറിച്ച് ഇവിടെ നമ്മളായിരിക്കുന്നത് ധ്യാനിക്കാൻ വേണ്ടിയാണ്. ധ്യാനിച്ച് രൂപാന്തരീകരണം നടക്കേണ്ട ഒരിടമാണ് ഭൂമി. ഈ ഭൂമിയുടെ പ്രത്യേകത തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് ധ്യാനിക്കാനുള്ളൊരു ഇടമായിട്ട് തന്നെയാണ്. ധ്യാനിച്ച് ഒരുവൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തി രൂപാന്തരപ്പെട്ട് ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ഇടമാണ് ഭൂമി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ദുഃഖകരമായിട്ട് മാറുന്നതിനുള്ള കാരണം നമ്മുടെ ജീവിത ലക്ഷ്യം മാറിപ്പോകുന്നുണ്ട്. മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അലയുമ്പോൾ ജീവിതത്തെ അത് വളരെ മോശമായിട്ട് ബാധിക്കുകയും ജീവിതം സങ്കടവും ദുരിതവും നിരാശ നിറഞ്ഞ ഒന്നായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ധ്യാനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമാക്കി മാറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ നിറവ് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് ജീവിതാന്തസ്സ് ജീവിക്കുന്നവരാണെങ്കിലും ധ്യാനിക്കാനായിട്ട് ഒരു ഇടവും കുറച്ച് സമയവും നമുക്കുണ്ടെങ്കിൽ പലതിൻ്റെ ഉത്തരം നമുക്കവിടെ കിട്ടും. പലതിനെക്കുറിച്ചുള്ള തെളിമയും നമുക്കവിടെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെ, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന സഹനങ്ങളെയൊക്കെ നമുക്ക് ഏറ്റെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവിടെ സ്നേഹിതരെ, നമ്മൾ ഓർക്കേണ്ട കാര്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഈ ഭൂമി ധ്യാനിക്കാനുള്ള ഇടമാണ്. എപ്പോഴും നമുക്ക് ധ്യാനിക്കാൻ പറ്റിയെന്ന് വരില്ല, ഓരോരുത്തരുടെ ജീവിതം അനുസരിച്ച്. പക്ഷേ ധ്യാനിക്കാനായിട്ട് കുറച്ച് സമയം, ഒരു പ്രത്യേക സ്ഥലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ ലക്ഷ്യം നമുക്ക് എത്തിച്ചേരാൻ പറ്റും. മറ്റെന്ത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുറകെ പാഞ്ഞാലും ഒരിക്കലും നമുക്ക് തൃപ്തരായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. കാരണം ഇതാണ് ലക്ഷ്യം, ധ്യാനം. അതുവഴി ജീവിതത്തിൽ വരുത്തേണ്ട രൂപാന്തരീകരണവുമാണ് ദൈവം നമ്മളിവിടെ ആക്കിയതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ജീവിതത്തിൽ ധ്യാനത്തെ പ്രധാന ലക്ഷ്യമാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഉപലക്ഷ്യങ്ങളാക്കി മാറ്റി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ.